മൈക്രോസോഫ്റ്റിന്റെ വാർഷിക ഡെവലപ്പർ കോൺഫറൻസായ ബിൽഡ് 2025 ഫ്രീ ഫലസ്തീൻ മുദ്രാവാക്യങ്ങളാൽ നിറയുകയായിരുന്നു. സിഇഒ സത്യ നദല്ലയുടെ പ്രധാന പ്രസംഗം തടസ്സപ്പെടുത്തിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോ ലോപ്പസിനെ കമ്പനി പുറത്താക്കുകയും ചെയ്തു. ഒരു മൈക്രോസോഫ്റ്റ് ജീവനക്കാരൻ എന്ന നിലയിൽ താൻ ഈ വംശഹത്യയിൽ പങ്കാളിയാകാൻ വിസമ്മതിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞ ലോപ്പസിനെ സിയാറ്റിൽ കൺവെൻഷൻ സെന്ററിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വലിച്ചിഴച്ചാണ് പുറത്തേക്ക് കൊണ്ടുപോയത്. എന്തൊക്കെയാണ് മൈക്രോസോഫ്റ്റിനെതിരായ ആരോപണങ്ങൾ? പരിശോധിക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. മെയ് 19 US നഗരമായ സിയാറ്റിലിൽ ആരംഭിച്ച മൈക്രോസോഫ്റ്റിന്റെ ബിൽഡ് 2025 കോൺഫറൻസിൽ തുടർച്ചയായ 3 ദിവസമാണ് പ്രതിഷേധം അരങ്ങേറിയത്. 3 എക്സിക്യൂട്ടീവ് സെഷനുകൾ തടസ്സപ്പെട്ടു. ഒരു ലൈവ് സ്ട്രീം താൽക്കാലികമായി മ്യൂട്ട് ചെയ്യപ്പെട്ടു. വേദിക്ക് പുറത്തും പ്രതിഷേധക്കാർ ഒത്തുകൂടി. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ മൈക്രോസോഫ്റ്റ് പങ്കാളിയാകുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ ആരംഭിച്ച നോ അസൂർ ഫോർ അപ്പാർത്തൈഡ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു ഈ പ്രതിഷേധങ്ങൾ. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവുമായി മൈക്രോസോഫ്റ്റ് $133 മില്യൺ കരാറിൽ ഏർപ്പെട്ടതിനെതിരെയാണ് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം കനക്കുന്നത്. ഇന്ത്യക്കാരിയായ വാനിയ അഗർവാൾ, പിരിച്ചുവിടപ്പെട്ട മറ്റൊരു ജീവനക്കാരനായ ഹൊസാം നസ്രിൻ എന്നിവരും പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. മൈക്രോസോഫ്റ്റിന്റെ AI സുരക്ഷാ മേധാവി നേത ഹൈബിയും സാറ ബേർഡും നയിച്ച പ്രധാന പ്രഭാഷണത്തിനിടെയായിരുന്നു വേദിയിലേക്ക് കയറിയുള്ള ഇരുവരുടെയും പ്രതിഷേധം. ഇസ്രായേൽ സൈന്യവുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യമായിരുന്നു അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. മൈക്രോസോഫ്റ്റ് പരിപാടികളിൽ വാനിയ അഗർവാളിന്റെ ആദ്യ പ്രതിഷേധമല്ല ഇത്. നേരത്തെ കമ്പനി സംഘടിപ്പിച്ച യോഗത്തിൽ വാനിയ അഗർവാൾ പരസ്യമായി പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് രാജിക്കത്തയച്ച വാനിയെ കമ്പനി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അടിച്ചമർത്തപ്പെട്ടവരെ പിന്തുണയ്ക്കാതെ അടിച്ചമർത്തുന്നവർക്കൊപ്പം നിൽക്കുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് കമ്പനിക്ക് അയച്ച രാജിക്കത്തിൽ വാനിയ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മെയ് 20 ഒരു ഫലസ്തീൻ ടെക് ജീവനക്കാരൻ മൈക്രോസോഫ്റ്റ് എക്സിക്യൂട്ടീവ് ജെ പരീഖിന്റെ പ്രധാന പ്രസംഗം തടസ്സപ്പെടുത്തിയിരുന്നു. ജെ എന്റെ ജനത കഷ്ടപ്പെടുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ജീവനക്കാരൻ വേദിയിൽ പ്രതിഷേധം നടത്തിയത്. ഇസ്രായേലി സൈന്യത്തിന് AI സേവനങ്ങൾ നൽകുന്നതായി മൈക്രോസോഫ്റ്റ് കഴിഞ്ഞ ആഴ്ച സമ്മതിച്ചിരുന്നു. എന്നാൽ ഗസയിൽ സിവിലിയന്മാരെ ലക്ഷ്യമിടാനോ ഉപദ്രവിക്കാനോ അസൂർ ക്ലൗഡോ AI ടൂളുകളോ ഉപയോഗിച്ചതിന് തെളിവില്ല എന്നാണ് കമ്പനിയുടെ വാദം. മൈക്രോസോഫ്റ്റിന്റെ അസൂർ ക്ലൗഡും ഓപ്പൺ AIയുടെ ChatGPT-4ഉം ഇസ്രായേലിന്റെ ഇന്റലിജൻസ് യൂണിറ്റായ 8200 ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തലുണ്ടായിരുന്നു. 2023 ജൂൺ മുതൽ 2024 ഏപ്രിൽ വരെയുള്ള കാലയളവിൽ 155% വർധനവാണ് ഇസ്രായേൽ സേനയുടെ മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സേവനങ്ങളുടെ ഉപയോഗത്തിലുണ്ടായത്. 2024 മെയ്യിലെ റഫ ആക്രമണത്തിന് മുന്നോടിയായിട്ടായിരുന്നു ഇത്. യുദ്ധഭൂമിയിലെ വിവരങ്ങൾ യഥാസമയം വിശകലനം ചെയ്യാനും ലോജിസ്റ്റിക്സ് അടക്കമുള്ളവയ്ക്കുമാണ് മൈക്രോസോഫ്റ്റ് സേവനങ്ങൾ സേന ഉപയോഗിക്കുന്നത്. പ്രതിഷേധം കനക്കുന്നതിനിടെ ഗസ, ഫലസ്തീൻ, വംശഹത്യ ഈ പദങ്ങളടങ്ങിയ മെയിലുകൾ കമ്പനിക്കുള്ളിലോ പുറത്തോ അയക്കുന്നത് തടഞ്ഞിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ്. കമ്പനിക്കുള്ളിലെ രാഷ്ട്രീയ കേന്ദ്രീകൃത മെയിലുകൾ കുറയ്ക്കുന്നതിന് ചില മാറ്റങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് എന്നാണ് മൈക്രോസോഫ്റ്റ് ദി വെർജ് മാസികയോട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്.